ഞങ്ങൾ ഡൽഹി പോവും. ഡൽഹിയിൽ 2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് കാശ്മീർ പോവും. കാശ്മീരിൽ ഒരാഴ്ചയുണ്ട്. അത് കഴിഞ്ഞ് ലക്നൗവിൽ വരും. അവിടെ 2 ദിവസം. അത് കഴിഞ്ഞ് അയോധ്യയിൽ വരുന്നുണ്ട്. അയോധ്യയിൽ നിന്ന് നേരെ പാലക്കാട്. റിട്ടേൺ ടു പാലക്കാട്. 5 ദിവസം ടൂർ പാക്കേജ്. നിങ്ങള് നാട്ടിലെവിടെയാ സ്ഥലം? നാട്ടിൽ പാലക്കാട്. പാലക്കാട് കുഴൽമന്നം. അവിടെ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അപ്പൊ അവിടെ ആരൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികൾ? അവിടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ്, LDFന്റെ രാധാകൃഷ്ണൻ, BJPയുടെ സരസു, ഡോക്ടർ സരസു. അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ നിങ്ങൾക്ക് പരിചയമുള്ളതാണോ? അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല, അറിയാം എല്ലാവരിനെയും. ഇപ്പൊ BJPയുടെ എന്ന് പറഞ്ഞ വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. പിന്നെ രാധാകൃഷ്ണൻ പറഞ്ഞത് മന്ത്രിയായിരുന്നു. പിന്നെ പുതിയ രമ്യ ഹരിദാസ് പറഞ്ഞ കോഴിക്കോട്ട് കഴിഞ്ഞ വർഷവും ജയിച്ച കഴിഞ്ഞ ടൈമിലും ജയിച്ച ആളായിരുന്നു. ആലത്തൂര്. അപ്പൊ ഇവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഈ മൂന്ന് പേരുടെ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനങ്ങൾ ഇപ്പം സാമൂഹ്യപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെ പൊതുജനങ്ങളുടെയൊക്കെ ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം ഈ മൂന്ന് പേര് കാഴ്ചവെച്ച ഓർമ്മയുണ്ടോ? 3 പേര്. രാധാകൃഷ്ണൻ പറഞ്ഞത് മന്ത്രിയായിരുന്നു. മന്ത്രിയായിരുന്നു. അങ്ങനെ വികസനം പറഞ്ഞത് ഈ പാലക്കാട് ഈ കുഴൽമന്ദം ഭാഗത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം ചെറുതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വലിയ കാര്യങ്ങൾ നടക്കുക പറഞ്ഞാൽ ഒരു MP എന്ന നിലയ്ക്ക് കഴിയില്ലല്ലോ. അല്ല, മന്ത്രി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നടക്കാമായിരുന്നു. ഇപ്പോ ചെറുതായിട്ടുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായ വികസനം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഒന്ന് രണ്ടോ കാര്യങ്ങൾ പറയാൻ പറ്റുമോ അതിനകത്ത്? ഓർമ്മയിൽ ഇപ്പൊ ഗ്രാമങ്ങളിലെ റോഡ് വികസനം MP ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റ് ഇനി കർഷക മേഖലയ്ക്ക് ഇപ്പൊ രമ്യ ഹരിദാസ് വിചാരിച്ചാലൊന്നും സാധിക്കില്ല. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇപ്പൊ നെല്ല് കൊടുത്തിട്ട് കാശ് 6 മാസം കഴിഞ്ഞിട്ടാ കിട്ടുക. അതൊന്നും രമ്യ ഹരിദാസിനെ കൊണ്ട് അതൊന്നും കഴിയില്ല. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതല്ലേ. അതുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ടതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇത്തവണത്തെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ പറഞ്ഞത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നുള്ളതാണ്. അപ്പൊ കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികൾ അവർക്ക് കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. മോദി സർക്കാർ വന്നതിന് ശേഷം കർഷകർക്ക് ഡയറക്റ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ല, പിന്നെ കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില കൂട്ടിയിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്തതെന്ന് വെച്ചാൽ താങ്ങുവിലയിൽ നിന്ന് കമ്മിയാക്കി എന്നുള്ളതാണ്. കൂട്ടേണ്ട സാധനം കമ്മിയാക്കി ഇവര്. അതിനെക്കാട്ടിലും കൂടുതൽ ഉപരി എന്ന് വെച്ചാൽ നെല്ല് അളന്നിട്ട് 6 മാസം 7 മാസവും കഴിഞ്ഞിട്ട് കാശ് കിട്ടുക. അത് കാശ് കിട്ടുന്നതും ലോണായിട്ടാണ്. എൻ്റെ 2 വർഷം മുമ്പ് നെല്ല് കാശ് കിട്ടിയതിന്റെ SBIന്റെ സെറ്റിൽമെന്റ് നടന്നത് കഴിഞ്ഞ മാസമാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് കാശ് കൊടുത്തത് കഴിഞ്ഞ മാസമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സെറ്റിലായതെന്ന് പറയുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക പറഞ്ഞാൽ എൻ്റെ നെല്ല് അവിടെ കൊടുത്തു, ഞങ്ങൾ ലോണായിട്ട് എടുക്കുന്നു. അതിന്റെ സെറ്റിൽമെന്റ് ആയത് 1 വർഷം കഴിഞ്ഞിട്ടാണ് പറയാം. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ കർഷകർക്ക് നേരിട്ട് അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ നെല്ലിന്റെ സബ്സിഡിയും കേന്ദ്ര സർക്കാർ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലോട്ട് കൊടുത്തപ്പോൾ എന്തിനാണ് ഈ കേരള സർക്കാരിനെ ഇതിനിടയ്ക്ക് നിർത്തിയിട്ട് ഈ ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അല്ല, അതായത് ഒരു മിനിറ്റ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നെല്ല് അളന്നു, സ്റ്റേറ്റ്മെന്റ് കേരള സർക്കാരിൽ നിന്നും കേന്ദ്രത്തിലേക്ക് പോകുന്നത് വളരെ ഡിലേ ആണ്. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ തന്നെയാണ് അവർ കാശ് അയക്കുന്നത്. ഏതൊരു കാര്യത്തിന്, ഇതിപ്പോ നെല്ലിന്റെ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റ് പോകാൻ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. ഇവിടെ അറിയേയില്ല. ഇപ്പൊ റേഷൻ കടയുടെ മറ്റേ എന്താ പറയാ ഇതുണ്ടായിരുന്നല്ലോ, എന്താണ് എല്ലാ BPL കാർഡുകാർക്കും മഞ്ഞക്കാർഡുകാർക്കും എന്താ ഒരു ഇത് വെക്കുന്നത് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന് പറയാ, അല്ല എന്തോന്ന് ചെയ്യാ പറഞ്ഞു. അത് എല്ലാ സ്റ്റേറ്റിലും സുമാർ എല്ലാവിടെയും കഴിഞ്ഞു, കേരളത്തിൽ ചെയ്തിട്ടില്ല. ആധാരമായിട്ട് ലിങ്ക് ചെയ്യുക, മറ്റേത്. ഈ എല്ലാ വർഷവും പോയിട്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് കേന്ദ്ര സർക്കാരിന് അറിയത്തില്ല നമ്മൾ മരിച്ചല്ലേ, നമ്മുടെ ഡെത്ത് രജിസ്റ്റർ ഒക്കെ ഉള്ളതല്ലേ. നമ്മൾ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഓരോ വർഷവും പോയിട്ട്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, ഇതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്.
ഇപ്പം മരിച്ചിട്ട് ജസ്റ്റ് ഒരാള് മരിച്ചു വെച്ചു പറഞ്ഞാൽ അതിൻ്റെ രീതിയിൽ പോയി എന്താ പറയുക ആളില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് മരിച്ച ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. മരിച്ച ആൾക്കാർക്ക് ഒരുപാട് പെൻഷൻ ഉണ്ട്. ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വർഷം ജസ്റ്റ് ഒന്ന് പുക തമ്പ് വെക്കുക അല്ലെങ്കിൽ അവർ ഫോട്ടോ എടുക്കുക. അത് അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ കേരളം നടക്കുന്നില്ല. അത് നമ്മൾ ഓരോ പ്രാവശ്യം റേഷൻ മേടിക്കുമ്പോഴും നമ്മൾ പോയിട്ട് തമ്പ് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ OTP വരികയോ ചെയ്യുന്നുണ്ടല്ലോ. ഒരാൾ മാത്രമല്ല, ഒരു ഫാമിലി എന്ന് പറയുന്നത് ചിലപ്പോൾ 5 ആളുണ്ടാവും, 6 ആളുണ്ടാവും, 10 ആൾ വരെ ഉണ്ടാവും. റേഷൻ കാർഡ് ഒന്നാളുള്ളൂ. അപ്പോൾ ഒരാൾ പോയിട്ടാണ് റേഷൻ കടയിൽ നിന്ന് റേഷൻ സാധനം മേടിക്കുന്നത്, അല്ലേ? അപ്പോൾ അവർ 10 ആളുണ്ട്. ഇപ്പോൾ റേഷൻ കടയിൽ പേര് റേഷൻ എന്താ പറയുക, റേഷനിലെ മറ്റേ ബുക്ക് ഉണ്ടല്ലോ, എന്താണ്, റേഷൻ കാർഡ്. റേഷൻ കാർഡിൽ ഇപ്പോൾ 5 ആളുണ്ട് വന്നാൽ ജസ്റ്റ് വർഷത്തിലൊരിക്കൽ 5 ആളും പോയിട്ട് എടുത്തൂടെ? അത് കേന്ദ്ര ഗവൺമെന്റ് അത്ര കുറവ് തന്നാൽ മതിയല്ലോ നമ്മൾക്ക്. ഇതിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കുഴപ്പമില്ല, എന്താ പറയുക, നല്ല കാര്യം തന്നെയാണ്. ആ പിന്നെ നമ്മുടെ BJP സ്ഥാനാർത്ഥി ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം? അദ്ദേഹം പ്രിൻസിപ്പൾ ആയിരുന്നു. സരസു ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ലേഡി, ദാറ്റ്സ് ആൾ. വേറെ ഇപ്പൊ സരസ്തു നേരത്തെ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പൾ ആയിരുന്നപ്പോൾ അവൾ അറിയില്ല ഏത് പാർട്ടിക്കാരി ആയിരുന്നെന്നോ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ആളായിരുന്നു. അവിടെ വിദ്യാർത്ഥികളും മറ്റുള്ളവരും എല്ലാവരും കൂടിയിട്ട് അവരെ ഇങ്ങനെ ആക്കിയത് സമരം ചെയ്തു. അല്ല, അവരുടെ ഇപ്പൊ ശവകുടീരം, അവള് റിട്ടയർഡ് ആകുന്ന സമയത്ത് ശവകുടീരം സ്ഥാപിച്ചല്ലോ SFI വിദ്യാർത്ഥികൾ. അല്ല, ഈ ടീച്ചറാണോ അപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ ഒത്തിരി കണ്ടിരുന്ന കുട്ടികളുടെ? അത് കാസർഗോഡാ. ഇത് വേറെ അല്ലേ? ഈ ശവകുടീരം അത് ഞാൻ ഓർമ്മയില്ല. പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പ്രിൻസിപ്പള് റിട്ടയർഡ് ആകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശവകുടീരം തീർത്തത്. SFI വിദ്യാർത്ഥികൾ ശവകുടീരം തീർത്തത്. ഇതൊക്കെ മോശമായ ഒരു അവസാനം അദ്ദേഹം ഈ പ്രിൻസിപ്പൾ ആയിരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പം അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പം അദ്ദേഹം പൊതുപ്രവർത്തനങ്ങള് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്ത ഓർമ്മയുണ്ട്? സരസു ഇപ്പൊ തന്നെ ഇപ്പോഴാണല്ലോ ഇറങ്ങിയത്. നേരത്തെ ഒരു പ്രവർത്തനം നടത്തില്ല. ഒരു വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് വേറെ രാഷ്ട്രീയമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇനി ആ അപ്പൊ ഇനി അടുത്ത ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് നിങ്ങൾ വോട്ട് ചെയ്തപ്പം നിങ്ങൾ എന്ത് ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ വോട്ട് ചെയ്തത്? കേന്ദ്ര സർക്കാർ ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് എന്ത് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? അല്ല, കേന്ദ്രത്തിൽ എന്തായാലും BJP തന്നെയാണ് വരുന്നത്. അത് BJP പറയുന്നത് 400+ എന്നാണ്. അത് എത്ര കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും വരുന്നത് BJP ആണ്. ഈ 400+ കിട്ടിയത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഭരണഘടന മാറ്റി എഴുതാൻ വേണ്ടിയാണോ? ഭരണഘടന മാറ്റി എഴുതുക. ഇപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് കാശ്മീരിലാണ്. നിങ്ങളൊരു 10 വർഷം മുമ്പ് നിങ്ങൾ കാശ്മീരിലേക്ക് പോകാൻ പറ്റും, കാല് കുത്താൻ പറ്റുമോ അവിടെ? ഇപ്പൊ ടൂറിസ്റ്റുകളുടെ ഒക്കെ ഒരു ഡെസ്റ്റിനേഷനായി മാറി കാശ്മീർ. ഇപ്പൊ ഞങ്ങളിപ്പോ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കാശ്മീരിലേക്ക്. എന്തുകൊണ്ട് പോകുന്നു? പീസ്ഫുള്ളാണ് അവിടെ. അത് എപ്പോ വന്നു? മോദി സർക്കാർ വന്നതിന് ശേഷം. അതുകൊണ്ട് ഞാൻ BJP എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ BJP കാരനോ അല്ലെങ്കിൽ മറ്റൊന്നും വിചാരിക്കല്ലേ. ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജി വൈസ് നോക്കണെന്ന് പറഞ്ഞാൽ നല്ല ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ കാശ്മീരിന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ കാശ്മീരിന് എന്താണ് സംഭവിച്ചത്? കാശ്മീരിനെന്ന് പറഞ്ഞാല് കാശ്മീരിലെ കാശ്മീരിലെ ജനതയുടെ റെപ്രസെന്റേറ്റീവായിട്ട് രാജാവ് ഇന്ത്യ സർക്കാരുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചു. ഇന്ത്യയിലോട്ട് ചേരുവാണെങ്കിൽ കാശ്മീരിന് ഏകദേശം ഒരു സ്വയംഭരണം പോലെ തരണം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് ഇത്രയും കാലം അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തുടർന്നു വന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പൊ നമ്മൾ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ പെട്ടെന്നുള്ള സുപ്രഭാതത്തിൽ ഞങ്ങൾ വലിയ ആൾക്കാരാണ്, നിന്നെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ എഗ്രിമെന്റ് എടുത്ത് തോട്ടിക്കളയുന്നത് ഒരു നല്ല പാടാണോ? അത് ഈ എഗ്രിമെന്റിന്റെ കാര്യമൊന്നും കൂടുതലായിട്ട് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഈ മോദി സർക്കാർ വരുന്നതിന്റെ മുമ്പ് കാശ്മീരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിഘടനവാദികളുമായിട്ട്.
അതിനുശേഷം മോദി സർക്കാർ വന്നതിന് ശേഷമാണ് സ്ലോലി അത് കമ്മിയായിക്കൊണ്ട് വന്നത്. പിന്നെ 370 എടുത്തു കളഞ്ഞത്. ഇതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ ഭരണ പ്രദേശമാണ്, ഇനി 2 സ്റ്റേറ്റായി മാറണമെന്ന് പറഞ്ഞു കേട്ടു. ഞാൻ പറയട്ടെ, അവിടെ സ്ഥിതി നന്നായി എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് കാശ്മീരിൽ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും ഈ 370 എടുത്തു കളഞ്ഞ സ്ഥിതി നന്നായി എന്ന് പറഞ്ഞിട്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് കേന്ദ്രത്തിന് സാധിക്കുന്നില്ല. അവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല, അതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി കളഞ്ഞു. അപ്പം അതുപോലെ തന്നെ ലഡാക്കിന് പണ്ട് സ്വന്തമായിട്ട് MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാവരുടെയും അവരുടെ ജനാധിപത്യം പോയില്ലേ. അവർക്ക് ഇപ്പോൾ ഒരു കേന്ദ്രത്തിന്റെ ഒരു സാമന്ത രാജ്യം പോലെ, പണ്ട് ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരു രണ്ടാം കിട ഒരു സംസ്ഥാനമായി പോയില്ലേ അവര്. ഇപ്പോൾ നേരത്തെ അവിടെ ഒരു എന്താ പറയുക, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാർ ഉണ്ടായിരുന്ന കാലത്താണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നത്. പ്രശ്നം അവിടെ സർക്കാർ ഉള്ള സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ മോദി സർക്കാർ 370 നിർത്തലാക്കിയോ കമ്മിയായി വന്നോ? ആ നേരത്തെ സംസ്ഥാന സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ബോംബ് പൊട്ടി, എത്ര നമ്മുടെ ആർമിക്കാർ കൊല്ലപ്പെട്ടു. ഇപ്പൊ എന്തുകൊണ്ടൊന്നില്ല. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ആർമിയുടെ മരണം എന്ന് പറഞ്ഞത് റേറ്റ് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ റെക്കോർഡുകൾ പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് പട്ടാൾക്കാരുടെ മരണത്തിലൊന്നും യാതൊരു കുറവുമില്ല. പക്ഷെ നമ്മൾ പത്രത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരുടെ റെക്കോർഡ് പ്രകാരം മരണത്തിലൊന്നും ഒരു കുറവുമില്ല എന്നുള്ളതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ പുൽവാമയിൽ സംഭവിച്ചെന്താണ്? ആർമിക്കാരനെ അറ്റാക്ക് ചെയ്തു, അതിനെ റിയാക്ട് ചെയ്ത് മറ്റവിടെ പോയിട്ട് ആൾക്കാരനെ വധിച്ചോ? പുൽവാമ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം പോലും അന്നത്തെ ജമ്മു കാശ്മീർ ഗവർണർ പറയുന്നത് പട്ടാളക്കാരെ മനഃപൂർവ്വം കുരുതി കൊടുത്ത ഒരു സ്ഥിതിയാണ് എന്നാണല്ലോ പറയുന്നത്. അത് ഒരു സർക്കാരായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണെന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്. കാരണം ഈ പട്ടാളക്കാര് അവർക്കറിയായിരുന്നു ഈ പോകുന്ന യാത്ര ദൂരയാത്രയാണ്, ഡേഞ്ചറാണ്. ഒരു പട്ടാള കോൺവോയ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ എയർലിഫ്റ്റ് ചെയ്യണം, വിമാനം കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് കേന്ദ്ര സർക്കാർ വിമാനം കൊടുത്തില്ല. അതുപോലെ തന്നെ ലോക്കൽ ഗ്രൗണ്ടിലുള്ള സുരക്ഷ, ഇപ്പൊ ഈ എക്സ്പ്ലോസീവ് വഹിച്ച വാഹനം എത്രയോ ദിവസങ്ങളായിട്ട് അതിലെ കറങ്ങി നടക്കുമായിരുന്നു ഈ വണ്ടി വരുന്നത് നോക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഒരു വീഴ്ചയല്ലേ അവിടെ സംഭവിച്ചത്? ഇതിലിപ്പോ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയ മിസ്റ്റേക്കുകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെ അറ്റാക്ക് ചെയ്താൽ അങ്ങോട്ട് തിരിച്ചടിക്കുക എന്നുള്ളൊരു പോളിസി ഉണ്ടല്ലോ മോദി സർക്കാരിന്റെ, അതിനാണ് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ 50 മരിച്ചു വെച്ചാൽ അവിടെ 100 കൊല്ലുക. പക്ഷെ അതിൽ നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോഴും നഷ്ടം വന്നത് നമ്മുടെ വിമാനം പോയി, നമ്മുടെ ഹെലികോപ്റ്റർ പോയി, നമ്മുടെ കുറെ പട്ടാളക്കാർ പോയി. പക്ഷെ അപ്പുറം ഉണ്ടായ മരണങ്ങളെ കുറിച്ച് ഒരു സ്ഥിരീകരണം ആരും ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും തരുന്നില്ലല്ലോ. നമ്മൾ പറയുന്നുണ്ട് കുറെ മരങ്ങൾ കത്തിപ്പോയതിന്റെ പടങ്ങളൊക്കെ, അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു നാശനഷ്ടം അക്കരെ ഉണ്ടായതായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡുകളൊന്നും ഇല്ലല്ലോ അവിടെ. അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അല്ലെങ്കിൽ അന്യ കൺട്രീസുകളോ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ചില കൺട്രീസിന് ഇന്ത്യക്ക് എഗെയിൻസ്റ്റായി നിൽക്കുന്നവരുണ്ട്. ഈവൻ ചൈന, പാകിസ്ഥാൻ നമ്മുടെ ബോർഡറിലുള്ളവരാണ്. അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യും. പക്ഷെ മാധ്യമങ്ങളിലൊന്നും ഇങ്ങനെ വരാറുമില്ല, ഒന്നും ചെയ്യാറുമില്ല. നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചൈനയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഇങ്ങോട്ട് കയറി വരുമ്പോഴും നമ്മൾ തിരിച്ചടിക്കുന്നില്ലല്ലോ. നമ്മുടെ പട്ടാളക്കാർ ആ ഏരിയയിൽ മരിച്ചു. അതുപോലെ തന്നെ ആ പാങ്കോങ് ലേക്ക് പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി ഫോട്ടോ എടുത്താണ്. അവർ കയറി വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പം പാകിസ്ഥാന്റെ നേരെ ഒരു അടിയും, അതായത് ദുർബലരായിട്ടുള്ളവർക്കെതിരെ തിരിച്ചടിക്കും, ശക്തരായവരെ കാണുമ്പോൾ നമ്മൾ പേടിച്ച് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചൈന നമ്മുടെ അതിർത്തിയൊന്നും പിടിച്ചടക്കിയിട്ടൊന്നുമില്ലല്ലോ മോദി സർക്കാർ വന്നതിന് ശേഷം. പിടിച്ചടക്കിയിട്ടില്ല. സാധാരണ ചെറിയ പ്രശ്നങ്ങൾ ഏരിയയിൽ, ബോർഡർ ഏരിയയിൽ നടക്കാറുണ്ട്. പക്ഷെ അത് മേജർ ഇഷ്യൂ ഒന്നുമല്ല, ചെറുത്. അത് എല്ലാവിടെയും പാകിസ്ഥാനിലുണ്ട്, ചൈന ബോർഡറിലുണ്ട്, ഈവൻ നേപ്പാൾ ബോർഡറിലുണ്ട്. എല്ലാ രാജ്യങ്ങളുമായിട്ടും ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലാവിടെയും ചെറുതായി, ഈവൻ ബംഗ്ലാദേശിലില്ലേ പ്രശ്നങ്ങൾ? ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരുന്നില്ലേ?
കൽക്കട്ടി നോക്കി പറഞ്ഞ കംപ്ലീറ്റ് അഭയാർത്ഥികളാണ്. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മേജർ ആക്കല്. ഏത് എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളല്ലല്ലോ അത് ഇപ്പൊ ചൈന നമ്മുടെ ഏരിയ ഒത്തിരി പിടിച്ചെടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പൊ നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ പറയുന്നത് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞാൽ കൂടുതലൊന്നും അങ്ങനെ അറിയില്ല. പേപ്പർ ന്യൂസ് വരുന്നതൊക്കെയാണ് നമ്മൾക്ക് അറിയുന്നത്. ഇപ്പൊ ഇത്ര ഏരിയ പിടിച്ചെടുത്തു അല്ലെങ്കിൽ 10 കിലോമീറ്റർ പിടിച്ചെടുത്തു പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ ഇതിനെ പറ്റിയൊന്നും അങ്ങനെ അറിയില്ല. എന്നാലും ഒരു എന്താ പറയാ, സേഫ് ആണ് ഇപ്പോൾ ഇന്ത്യ. പൊതുവെ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഇന്ത്യ ഈസ് സേഫ്. നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ പറഞ്ഞത് ചൈന വലിയൊരു സാമ്പത്തിക ശക്തിയാണ്, വലിയ ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർക്കെതിരെ ഒന്നും തിരിച്ചടിക്കാൻ പറ്റൂല, നമ്മൾ അവരുമായിട്ട് ഒരു രമ്യതയിൽ പോകാനേ പറ്റുള്ളൂ എന്നുള്ള നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ വീഡിയോയിൽ പറഞ്ഞു. ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അതെനിക്ക് എത്ര കണ്ട് ശരിയാണെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ ചൈനയൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കൺട്രീസാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത 5 വർഷം നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും എന്നാണ് നിങ്ങളുടെ പുതിയൊരു സർക്കാരിൽ നിന്ന് എന്താണ് ഒരു ഭരണഘടന എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഭരണഘടനയിൽ മാറ്റം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുവെ അഭിപ്രായം. ഇത് ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ഭരണഘടന, അതൊക്കെ പഴയ ഓൾഡ് സിസ്റ്റം. വി വാണ്ട് ന്യൂ സിസ്റ്റം. വി ഹാവ് ടു ചേഞ്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. പുതിയ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇന്ത്യ, ഒരു രാജാവ്, അങ്ങനെയൊക്കെയാണോ? അതോ അല്ല, അത് ഏകാധിപതിയൊന്നും ഇല്ലല്ലോ. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വന്നെടുക്കണോ? ഇതിലെന്ത് രാജാവ് ഗീജാവ്? മോദി തന്നെ പറയുന്നത് എന്താണ്, ചൗക്കിദാർ. ഈസ് ചൗക്കിദാർ. തിരുവിതാംകൂർ രാജാവ് പറഞ്ഞത് അദ്ദേഹം ശ്രീപത്മനാഭന്റെ ദാസനാണെന്നാണ്. അതുപോലെ പറയുന്നതല്ലേ ഉള്ളൂ ചൗക്കിദാർ എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്റ്റൈലും പ്രവർത്തനവും എല്ലാം ഒരു രാജാവിനേക്കാളും കടന്നൊരു പ്രവർത്തനമല്ലേ ചെയ്യുന്നത്. രാജാവ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, ഏകാധിപത്യമാണ് ഒന്ന്. പിന്നെ അതിനുശേഷം രാജാവ് മരിച്ചാൽ വരുന്നത് രാജാവിന്റെ മകനായിരിക്കണം. മോദിക്ക് ഫാമിലി ഇല്ല. മോദി ഫാമിലി ഈസ് ഇന്ത്യൻ ഫാമിലി. ആൾ പീപ്പിൾ, നോട്ട് എ സിംഗിൾ എന്റെ സണ്ണ് അല്ലെങ്കിൽ ഡോട്ടർ, അങ്ങനെയൊന്നും. നോ, ഹീസ് അലോൺ. ഹീസ് അലോൺ. ഹീസ് എ ഫാദർ ഓഫ് നാഷൻ, ശരിക്കും പറയാൻ പറഞ്ഞ. അപ്പൊ ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ലാതിരിക്കുന്നതാണോ ഒരു നല്ല രീതി എന്നാണോ? അതാണ് നമ്മുടെ ഒരു ഭാരത സംസ്കാരം. എന്തുകൊണ്ട് മമതാ ബാനർജിക്ക് ഫാമിലി ഇല്ല? ജയലളിതയ്ക്ക് എന്തുകൊണ്ടില്ല? They are powerful ladies. UP മായാവതി now is failed. നമ്മൾ ഈ പറഞ്ഞ 3 ഉദാഹരണം, ജയലളിത എന്ന് പറഞ്ഞാൽ ജയലളിതയ്ക്ക് വേറൊരു ശശികല എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവരുടെ സംഭവം അത് പ്രോക്സി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഇപ്പം മായാവതി പറഞ്ഞ മായാവതിയുടെ അനന്തരം നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലെ മരുമക്കത്തായം എന്ന് പറഞ്ഞ പോലെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പം മായാവതിയുടെ അനന്തരവനും മക്കളും ഒക്കെ ഇപ്പം ഭയങ്കരമായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം മമതാ ബാനർജി ആയ പോലും മമതാ ബാനർജിയുടെ ബന്ധുക്കളാണ് അടുത്ത ഹസ്ബൻഡോ അല്ലെങ്കിൽ ഡോട്ടറോ സണ്ണോ ഒന്നും പൊളിറ്റീഷ്യൻ ഇല്ല, അവർക്കില്ലല്ലോ. ഇതിപ്പം അതായത് മോദിക്ക് എന്ന് പറയുന്നത് അവന്റെ ഒന്നാമത് ഫാമിലി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ പറയാ, ഡയറക്റ്റ് അല്ലെങ്കിൽ മകനോ മകളോ ഒന്നും ഇല്ലല്ലോ. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന് നോക്കൂ, നെഹ്റു, രാജീവ് ഗാന്ധി, അല്ല ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, സോണിയ, പ്രിയങ്ക, ഇവരെന്നല്ലേ ഭരിക്കുന്നത്. ഇവരുടെ അഡ്വൈസ് ആണല്ലോ ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്നത്. നമ്മള് ഒരാള് ജീവിച്ചു, ആ ജീവിതകാലത്ത് അയാൾ നല്ല പ്രവർത്തികൾ ചെയ്തു. അപ്പൊ ആ നല്ല പ്രവർത്തികളുടെ ഒരു ഫലം അത് അവരുടെ മക്കൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ആ മക്കള് അവരുടെ ആ ഒരു കാരുണ്യം, അവരുടെ ആ ഒരു കഴിവ് അവർക്ക് മക്കൾക്ക് കിട്ടുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളല്ലേ. ഒരു പിതാവിന്റെ സൽപ്രവൃത്തിയുടെ ഒരു സൽഗുണം മക്കൾക്ക് കിട്ടുക. അതേസമയം മക്കളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി രാജ്യം നാളെ താഴെ പോയാലും അയാൾക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. കാരണം അയാൾക്ക് പിള്ളേരില്ല, ഒന്നുമില്ല. അയാളുടെ പാണ്ട് കൊടുത്തുണ്ടെങ്കിൽ പോകുന്ന പറഞ്ഞു എന്ത് സംഭവിച്ചാലും. അപ്പൊ അങ്ങനെ ആണോ നല്ലത്, അതോ ഒരു ഭാവി തലമുറയ്ക്കൂടെ നന്മ ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണോ നല്ലത്? അതായത് മോദി ഇപ്പൊ പുള്ളി ഒറ്റയ്ക്കാണ് വേണ്ടിട്ട് പുള്ളി തോന്നിയതുപോലെ ഒന്നും ചെയ്യുന്നില്ല.
രാജ്യത്തിന് നല്ല കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ പുള്ളി ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ സോണിയ വല്ല കോൺഗ്രസിന്റെ ആൾക്കാർ വന്ന് സോണിയ ഇവര് അവരുടെ അഭിപ്രായം മാത്രമേ നടപ്പാക്കുന്നുള്ളൂ. കോൺഗ്രസിൽ തന്നെ ഒരുപാട് സീനിയർ ലെവൽ പീപ്പിൾസ് ഉണ്ട്, അവരുടെ ഒരു അഡ്വൈസ് കൊടുക്കുന്നില്ല. ഈവൻ ലാസ്റ്റ് ഇയർ AICC പ്രസിഡന്റ് election, Garge, his age is around 80 plus. Shashi Tharoor is a world famous person. അല്ലേ? They will not take Tharoor candidate, sir. അങ്ങനെ നമ്മൾ പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഇലക്ഷൻ ആയാലും അത് സോണിയാഗാന്ധി അങ്ങോട്ട് തീരുമാനിക്കുകയല്ലല്ലോ ചെയ്തത്, ഇലക്ഷൻ നടത്തിയല്ലോ. ഇലക്ഷൻ നടത്തി കോൺഗ്രസിലെ അംഗങ്ങൾ എല്ലാവരും പോയി വോട്ട് ചെയ്തു, അങ്ങനെ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുത്തു. അതിൽ സോണിയാഗാന്ധിയുടെ ഇഷ്ടമുള്ള ആൾ ജയിച്ചു. അതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്? ഒരു ഇലക്ഷനല്ലേ. അപ്പോൾ ഇപ്പം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആകുന്നെന്ന് പറയുന്നു. ശരി, നെഹ്റു കഴിഞ്ഞു, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത് നെഹ്റു അപ്പോയിന്റ് ചെയ്തിട്ടല്ലല്ലോ, ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടില്ലേ. അത് കഴിഞ്ഞ് അടുത്തത് രാജീവ് ഗാന്ധി ആയെന്ന് പറയും, അതും ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നല്ലേ. അപ്പൊ അതില് എന്താണ് അതിനകത്ത് തെറ്റിയിരിക്കുന്നത്? സോണിയാഗാന്ധി പറഞ്ഞു പറഞ്ഞാൽ 99% കോൺഗ്രസ് വർക്കേഴ്സും സോണിയാഗാന്ധി പറയുന്നത് ചെയ്യാം, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ശശി തരൂർ എന്നിട്ടും അവന് എത്രയോ % വോട്ട് കിട്ടി. അവിടെ നടക്കുന്നത്, കോൺഗ്രസിൽ നടക്കുന്നത് സോണിയ ഭരണം, രാഹുൽ ഭരണം, ഇത് മാത്രമാണ് നടക്കുന്നത്. എന്തുകൊണ്ട് മറ്റേ G28 വേണ്ടത് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ, സീനിയർ ലീഡർ ഓഫ് കോൺഗ്രസ് അല്ലേ? അവരിപ്പോഴും വെളിയിലല്ലേ? സീനിയർ ആൾക്കാരാണ് അവര്. എന്തുകൊണ്ട് അവരുടെ വ്യൂസ് ഇവർ അംഗീകരിക്കുന്നില്ല? നമ്മൾ സീനിയർ ലീഡർ എന്ന് പറയുമ്പോഴും അതില് ജനാധിപത്യം ആകുമ്പോൾ സീനിയർ എന്നുള്ളതല്ലല്ലോ, ജനങ്ങളുടെ പിന്തുണ ആർക്കുണ്ടോ അവർ ഭരിക്കുന്നത്. ഇപ്പം BJP നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LK അദ്വാനിയൊക്കെ കൊണ്ട് പേര് ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ലേ, അല്ലാതെ നമ്മൾ അവരെ കാണാൻ പോലും ഇല്ലല്ലോ. അപ്പൊ അതുപോലെ എത്രയോ സീനിയർ ലീഡർമാര് എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ അവര് ഇപ്പോഴത്തെ പാർട്ടിയിലെ അണികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ വെളിയിൽ പോകുന്നു. അപ്പൊ അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ അത്. നിങ്ങളിപ്പോൾ ജനങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞല്ലോ, ജനങ്ങളുടെ പിന്തുണയല്ല അവർക്ക് കിട്ടുന്നത്. അത് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മറ്റേ അവരുടെ പ്രസിഡന്റ് ഇലക്ഷൻ, AICC പ്രസിഡന്റ് ഇലക്ഷൻ, അതിൽ വോട്ട് ചെയ്യുന്നത് വളരെ തുച്ഛമായ ആൾക്കാരാണ്. ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവനുള്ള ജനങ്ങളുടെ പിന്തുണയാണ്, അല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അംഗങ്ങളുടെ പിന്തുണ, കോൺഗ്രസിലെ അംഗങ്ങളുടെ പിന്തുണ അവരുടെ ഇലക്ഷൻ വന്ന് വളരെ തുച്ഛമായ ആൾക്കാർ തന്നെയാണ്. ജനങ്ങളുടെ പിന്തുണ ഇപ്പോൾ ഉള്ളത് ഒരു 10 വർഷമായിട്ട് മോദി സർക്കാർ വന്നതിന് ശേഷം ഇപ്പൊ മോദിക്കാണ്. അത് നമ്മൾ പറയുമ്പോൾ മോദി ഇപ്പൊ നമ്മളെല്ലാ തെരഞ്ഞെടുപ്പും നേരിടുമ്പോൾ പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. അതായത് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MP-യുടെ ഒരു ഗുണമോ അദ്ദേഹത്തിന്റെ ഒന്നുമല്ല പറയുന്നത്, മോദിയുടെ ഗ്യാരണ്ടി, നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആണോ ശരിക്കും? അത് ഇപ്പൊ സോണിയാഗാന്ധി പറയുന്ന പോലെയല്ലേ? സോണിയാഗാന്ധി പറയുന്നു ഖാർഗെക്ക് എല്ലാവരും വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു, എല്ലാവരും ഖാർഗെക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നതല്ലേ മോദി പറയുന്നത്. ഞാനിവിടെ അവിടെ കുറ്റിച്ചൂരിൽ നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ വോട്ട് ചെയ്തോളുക, എനിക്ക് ഭരണം കിട്ടും, അപ്പൊ ഞാൻ ഭരിച്ചോളൂ. അതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അത് കോൺഗ്രസിന്റെ രീതിയിലോട്ട് പോയില്ലേ? അത് പറയുന്നത് ചെയ്യുക, അതാണ് മോദി. അതുകൊണ്ടാണ് പുള്ളി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇപ്പോ ഒരു മിനിറ്റ്, ഇപ്പൊ നമ്മുടെ രാമക്ഷേത്രം വന്നു, അവരുടെ മാനിഫെസ്റ്റോയിലുണ്ട്, BJPയുടെ മാനിഫെസ്റ്റോയിലുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം വരും. നിർമ്മിച്ചോ? 370 എടുത്തുകളെയും പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ രാമക്ഷേത്രത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. രാമക്ഷേത്രം സുപ്രീം കോടതി വിധി പ്രകാരം ഒരു ട്രസ്റ്റിന് കൊടുത്തു, ആ സ്ഥലം കൊടുത്തു, ആ ട്രസ്റ്റുകാര് അമ്പലം പണിതു. നമ്മൾ ഇത്രയും കാലത്തെ നിങ്ങൾ ഹിന്ദുമത വിശ്വാസികളാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ നാട്ടിലെ എന്തെങ്കിലും ഒരു അമ്പലം പണിതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ ഈ അവിടെ അയോധ്യയിൽ പ്രശ്നം ഉണ്ടായത് 1992 തോന്നുന്നു, മറ്റേ കരസേവകരെ ഉണ്ടാക്കിയത്. അവിടെ അമ്പലം പള്ളിയൊക്കെ പൊളിച്ചത് 92-ലല്ലേ? അതിന് മുമ്പേ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിനിടയ്ക്ക് ഒരു സംഭവമാണ് ഈ പള്ളി പൊളിക്കുക എന്നുള്ളത്. പള്ളി അതായത് 92-ലാണ് സംഭവിച്ചത്. അതിനുശേഷം ഈ കോൺഗ്രസിന്റെ ഭരണം എത്ര വർഷം ഉണ്ടായിരുന്നു? ഒരു ഇല പോലും അലങ്ങിയിട്ടില്ലല്ലോ.
അല്ല, ആര് ഭരിച്ചാലും നമ്മുടെ ജനാധിപത്യ രാജ്യത്തില് കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു പ്രശ്നത്തില് പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഇടപെടാറുണ്ടോ സാധാരണ? നമ്മളെ കോടതിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബഹുമാന്യല്ലേ, ആ കോടതിയെ ബഹുമാനിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഭരണഘടന പ്രകാരമുള്ള ഒരു തത്വം. അപ്പൊ കോടതിയുടെ വിധി വരുന്നത് വരെ കാത്തിരിക്കണ്ടേ? കോടതി വിധി വന്നത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഏതൊരു കേസ് ഉണ്ടെങ്കിലും അതിനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. സ്പീഡപ്പ് ചെയ്യണോ വേണ്ടയോ? എന്നാലേ കാര്യങ്ങൾ നടത്തുള്ളൂ. ഇപ്പൊ GST ഇപ്പൊ നടപ്പാക്കിയല്ലോ മോദി വന്നിട്ട്. ഇത് GST കൊണ്ടുവന്നത് ആരാണ്? ഇത് പറഞ്ഞിട്ട് പോവാം. ഇത് പറഞ്ഞിട്ട് ഈ അമ്പലത്തിന്റെ കാര്യം പറയാം. ഞാൻ ഇതുവരെ കണ്ടെടുത്തോളം അമ്പലങ്ങള് നമ്മള് ഏതൊരു ആരാധനാലയം, ഇപ്പൊ അമ്പലമായാലും പള്ളി ആയാലും, അത് അവിടുത്തെ ഭക്തജനങ്ങൾ പണിയത് കഴിയുമ്പം അതിന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം നടത്തുന്ന ആരാണ്? സാധാരണ ഇത് നടത്തുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ മെത്രാനൊക്കെ വന്ന് നടത്തും. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലമൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ശങ്കരാചാര്യന്മാരോ പൂജാരിമാരോ വലിയ വലിയ സ്വാമികൾ വന്ന് നടത്തും. ഇതുവരെയും ഒരു MLA യോ ഒരു MP യോ ഏതെങ്കിലും ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയാവോ? അല്ല, ഇതെന്ന് വെച്ചാൽ അല്ല, ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം പണിതതും മോദി വന്നതിന് ശേഷമാണ്. മറ്റേ കോൺഗ്രസ് ഭരിക്കുന്ന ഇത്രയും കാലം 92 to 2014 വരെ അവർ ഒന്നും അതിന് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. 2014 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭരണകാലത്താണല്ലോ ഈ പള്ളി പൊളിക്കുന്നത് അവിടെ. അത് അത് കഴിഞ്ഞ് ഇത് പണിതു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഭക്തജനങ്ങൾ ഒരു അമ്പലം പണിതു. ആ അമ്പലം അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പേ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് അയാളുടെ അധികാരത്തിന്റെ പവറില് സ്വാമിമാരെയൊക്കെ ഇടിച്ചു മാറ്റി അദ്ദേഹം അങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ആ അമ്പലത്തെ അപമാനിക്കുന്ന ഒരു പരിപാടിയല്ലേ? ഇതിൽ അമ്പലത്തിനെ അപമാനിക്കുന്ന ഒരു പരിപാടിയും ഇല്ല. ഇതിപ്പോ അയോധ്യയിൽ എന്തുകൊണ്ട് പണിത് എന്ന് ചോദിച്ചാൽ ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടുണ്ട്. അതനുസരിച്ചാണ് കോടതിയും നിയമങ്ങളെല്ലാം പാസ്സാക്കിയത്. ഇപ്പൊ വന്നതും അതിന്റെ അനുസരിച്ചിട്ടാണ്. അവിടെ എന്താ പറയാ, അതിനുള്ള തക്കതായ രേഖകളെല്ലാം കണ്ടതുകൊണ്ടാണ് അവിടെ പണിയാനും എല്ലാം ചെയ്തത്. മുസ്ലിങ്ങൾ സമ്മതിച്ചല്ലോ, ഞങ്ങൾക്ക് ശരി വേറെ സ്ഥലം തന്നു വെച്ചാൽ അവിടെ ഞങ്ങൾ പണിയെടുക്കാം. അതുകൊണ്ടാണ് പണിയെടുത്തു. ഇതിൽ മുഴുവൻ ക്രെഡിറ്റും പോകുന്നത് BJP സർക്കാരിനാണ്. മുഴുവൻ ക്രെഡിറ്റ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നില്ലായിരുന്നെങ്കിൽ BJP സർക്കാർ എന്ത് ചെയ്തേനെ? എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നു എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അത് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും സ്പീഡപ്പ് ചെയ്യാനും ഒരേ ഒരു ആള് BJP-ക്കാർ തന്നെയാണ്. ഒരു കേസ് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ സിവിൽ കേസാണ്. ഒരു സ്ഥലത്തിന്റെ ഓണർഷിപ്പ് സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ ഒരു സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിസിപ്പൽ കോടതി പോകും സാധാരണഗതിയിൽ. അത് കഴിഞ്ഞിട്ട് അത് സബ് കോടതി, പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ പോകും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ നടക്കുന്നത് ഈ മുനിസിപ്പൽ കോടതിയിലാണ്. അവിടെയാണ് എല്ലാവരും ഇതിന്റെ അടിസ്ഥാനപരമായ തെളിവുകളെല്ലാം ഹാജരാക്കുന്നത്. ആ തെളിവുകളുടെ ഒരു വിശകലനം മാത്രമേ ഉള്ളൂ മേളിലോട്ടുള്ള. ആ തെളിവുകളുടെ മുനിസിപ്പൽ ജഡ്ജ് തെരഞ്ഞെടുത്ത ചെയ്തതിന്റെ വിശകലനം ശരിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ മുനിസിപ്പൽ കോടതിയിൽ ഈ രേഖകളെല്ലാം കോൺഗ്രസിന്റെ കാലത്ത് ശരിയായിട്ട് സമർപ്പിച്ചുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിൽ കറക്റ്റായിട്ടുള്ള ഒരു വിധി വന്നത്. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ നേരത്തെ അലഹബാദ് ഹൈക്കോടതിന്റെ ലക്നൗ ബെഞ്ചാണ് ഇതിന്റെ വിധിയെല്ലാം ആദ്യം നടപ്പാക്കുന്നത്. അതിനുശേഷമാണ് ഇത് സുപ്രീം കോടതിയിൽ പോകുന്നത്. അങ്ങനെയല്ല, എനിക്കറിയില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്. എന്തായാലും ഈ ഭരണകാലത്ത് സുപ്രീം കോടതിയിൽ വിധി വന്നോ, ഇമീഡിയറ്റ്ലി അമ്പലം പണിതോ, ഇതാണ് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടികളാണ് പറഞ്ഞത്, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് മോദിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് മോദിക്കാരൻ്റെയും പുള്ളി പറഞ്ഞ കാര്യം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ BJP എല്ലായിട്ടുള്ളത്. നിങ്ങൾ അത് വിചാരിച്ചിട്ട് എന്താ പറയാ. അപ്പോൾ ഈ അമ്പലത്തിന്റെ പണി തീരാതെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ പോയി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞത് ശരിയായ നടപടിയാണോ? പള്ളി BJP പണിതോട്ടെ, പക്ഷെ അത് ആ ശങ്കരാചാര്യന്മാരെല്ലാം ബഹിഷ്കരിക്കില്ലേ ഇത് ആ ചടങ്ങിന്? അങ്ങനെ ഒരു സ്വാമിമാരെയും ശങ്കരാചാര്യന്മാരെയും
ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് ചില രാഷ്ട്രീയക്കാര് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രധാനമന്ത്രി മാത്രമൊന്നുമല്ലല്ലോ പോയത് അവിടെ. ഒരുപാട് സന്യാസിമാരും പോയിട്ടുണ്ട്. എത്രയോ പൂജ കഴിച്ച് ഈവൻ UP മുഖ്യമന്ത്രി ഈസ് എ സന്യാസി. ഹി വാസ് there. അല്ലേ? സന്യാസിയല്ലേ പുള്ളി? ഒരുപാട് വേറെ സന്യാസി ഇപ്പൊ തമിഴ്നാടിന്ന് സന്യാസിമാര് പോയിട്ടുണ്ട്. മോദി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയത് പുള്ളി കേരളത്തിൽ വന്നിട്ട് നിലത്താ കിടന്ന് 11 ദിവസം വ്രതം എടുത്തു. ഇത് ആര് ചെയ്യും? രാജീവ് ഗാന്ധി മറ്റേ രാഹുൽ ഗാന്ധി ചെയ്യോ? പുള്ളിക്ക് ഇറ്റലിക്ക് പോവാം. ഇവിടെ വന്നിട്ട് ഇവിടെ കേരളത്തിലെ കാര്യത്തിന് ഒരു പ്രൊജക്ട് എന്തോ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പുള്ളി അവിടുത്തെ സ്റ്റാഫുകളാ പറഞ്ഞ് പച്ചവെള്ളം മാത്രം കഴിച്ചിട്ട് ഫ്രൂട്ട്സിൽ ഒന്നുമില്ല 11 ദിവസം വ്രതം എടുത്തു. ഹു വിൽ ഡു ദിസ്? 11 ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ച് ഒരു മനുഷ്യന് അങ്ങനെ ഇത്രയും പ്രായമുള്ള ആള് കഴിയുക, എന്നിട്ട് ഇത്രയും ആരോഗ്യത്തോടു കൂടെ തന്നെ അതിന്റെ ഒരു ക്ഷീണം എന്തെങ്കിലും കണ്ടോ ആരെങ്കിലും? എനിക്കറിയാൻ കഴിഞ്ഞത് മോദി സാധാരണ 4 മണിക്ക് 3 മണിക്കൊക്കെ എണിക്കുവേ. യോഗ ചെയ്യുന്ന ആളാണ്, എക്സസൈസ് ചെയ്യുന്ന ആളാണ്, എല്ലാം ചെയ്ത് പുള്ളി ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിച്ചിട്ടാ, പഴമൊന്നും കഴിച്ചിട്ടാ, പച്ചവെള്ളം കുടിച്ചെന്ന് ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ് കഴിച്ചിട്ടാ. പക്ഷെ വേറെ ഒന്നും കഴിക്കാതെ യോഗയും അതും ഇതും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി, കീപ്പിംഗ് ഹിസ് ബോഡി വെൽ. ആ ഇപ്പൊ മോദിയുടെ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടതാണ്. ഇപ്പൊ 7 മണിക്ക് പുള്ളിയെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മയിലുകൾക്ക് ആഹാരം ഇട്ട് കൊടുക്കുന്നു, പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നു. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടികളല്ലേ, അല്ലാതെ ആരെങ്കിലും മയിലിന് തീറ്റയൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ക്യാമറ ഒക്കെ ആയിട്ട് പോകും. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്നുള്ളത് ഒന്നല്ല, പുള്ളിന്റെ ഒരു ലൈഫ് സ്റ്റൈലേ മാറ്റമാണ്. ഇതൊന്നും സാധാരണപ്പെട്ടവർക്കൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് പുള്ളി 73 74 വയസ്സായതാണ് ഇപ്പോഴും ഫിസിക്കലായിട്ട് പുള്ളി നല്ല ആളായിട്ട് നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒരു അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നടന്നു. എത്രയോ 3000 കിലോമീറ്റർ ആദ്യം നടന്നു, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത യാത്ര ഇങ്ങോട്ട് നടത്തി. അപ്പൊ അതുപോലെ ഉള്ള ഒരു അത്രയും ബുദ്ധിമുട്ടാണോ ഇത്? അങ്ങനെ എത്രയും 3000-ഓളം കിലോമീറ്റർ നടക്കുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വരുന്നത്. 3000 കിലോമീറ്റർ നടന്നു പറഞ്ഞു. ആർക്കെന്ത് ഉപയോഗം? ജനങ്ങൾക്ക് എന്ത് പുള്ളി തന്നു? ജനങ്ങൾക്ക് എന്ത് കിട്ടി? അദ്ദേഹം പറഞ്ഞത് ഈ വെറുപ്പിന്റെ ഈ മാർക്കറ്റിൽ ഞാൻ ഒരു സ്നേഹത്തിന്റെ കട തുറക്കാൻ വന്നു എന്നുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു ആകെ വിഷമിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് അത് ഒരു വലിയൊരു നേതാവിന്റെ ഒരു ആശ്വാസം അദ്ദേഹത്തിനൊപ്പം നടക്കാനോ അദ്ദേഹത്തോട് പറയാനോ ഒക്കെ സാധിച്ചില്ല. ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തും ഒക്കെ നടന്നെന്നല്ലേ പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ നടന്നു വെച്ചാൽ 400 സീറ്റിൽ നിന്ന് എങ്ങനെ 40 സീറ്റായി മാറി? ഇനിയിപ്പോ ഈ ഇലക്ഷൻ 24 ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ 40 ചിലപ്പോ കമ്മിയാകോ ഒന്നും അറിയാൻ പറ്റില്ല. ഒരു എന്താ ഈ 400 സീറ്റിൽ നിന്ന് 40 ആയത് രാഹുൽ ഗാന്ധി ഇതുവരെ ഭരിച്ചിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി ഇതുവരെ പ്രധാനമന്ത്രി ആയിട്ടില്ല, സോണിയാഗാന്ധി ഇതുവരെ പ്രധാനമന്ത്രി ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫാദർ രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു എന്നുണ്ട്. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ ശേഷം 2 ഭരണം കിട്ടി. അതല്ലാതെ പക്ഷേ രാഹുൽ ഗാന്ധി ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ഒന്നുമായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന്. അല്ല, രാഹുൽ ഗാന്ധി എന്ന് വെച്ചാൽ നേരത്തെ എന്താ പറയാ, രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു, പുള്ളിയും ഫെയിലിയർ ആയിരുന്നല്ലോ. ഒരു ഫസ്റ്റ് ഇലക്ഷൻ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അതൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, കോൺഗ്രസിന് 410 സീറ്റ് കിട്ടി എന്നുള്ളത്. അതിനുശേഷം പിന്നെ VP സിംഗിന്റെ ഭരണം വന്നു, അതിലും കോൺഗ്രസ് തോറ്റു. ജയപരാജയങ്ങൾ വേണമല്ലോ. ജനാധിപത്യം ആകുമ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുക്കും. എല്ലാവരും മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ജനങ്ങൾ തെരഞ്ഞെടുക്കും. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ എല്ലാം ഒരു ഏകാധിപത്യ രീതിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? മറ്റേ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ വളരെ മോശപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതിന് ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. അതുപോലെ തന്നെ ഭരണഘടനയും മാറ്റി. ഇത് ഇനി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റാത്ത രീതിയിൽ ഭരണഘടന എഴുതി വെച്ചു. അതല്ലാതെ പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പറയട്ടെ, ഈ ഇലക്ഷൻ കമ്മീഷന്മാരുടെ നിയമനം സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞതാണ്, അത് വളരെ സ്വതന്ത്രമായിട്ട് നടത്തണം. അപ്പൊ ആ സ്വതന്ത്രമായിട്ട് നടത്താനായിട്ട് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ജഡ്ജി, ഈ 3 പേര് കൂടിയ ഒരു കമ്മിറ്റി വേണം തിരഞ്ഞെടുക്കാനെന്ന് പറഞ്ഞു.
അതിനെ എന്തിനാണ് സർക്കാർ ആ സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റി മോദിയുടെ കീഴിലുള്ള ഒരു മന്ത്രിയെ പകരം വെച്ചത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന ഒരു രീതിയല്ലേ? ഇപ്പൊ ഏത് ഗവൺമെന്റ് വന്നാലും അവനവന്റെ സപ്പോർട്ടുള്ള ആൾക്കാരിനെ മാത്രമേ കയറ്റത്തുള്ളൂ. ഇതിപ്പോ BJP വന്നാൽ BJP സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിനെ കയറ്റും. ഇപ്പൊ കോൺഗ്രസിന്റെ ആൾക്കാർ വന്ന് പറഞ്ഞാൽ മുഴുവൻ അതായിരിക്കും. ഇത് പാർട്ടിക്കാരനെ കുറ്റം പറ്റൊന്നും കാര്യമൊന്നുമില്ല. എന്താ പറയാ, ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. സപ്പോർട്ട് ചെയ്യുന്നവരിനെ റിട്ടയർഡ് ചെയ്താലും 3 ലക്ഷം 4 ലക്ഷം ഉറുപ്പിക എടുത്തിട്ട് ശമ്പളത്തിൽ ഏതെങ്കിലും പോസ്റ്റിൽ കയറ്റും. അതൊന്നും ഇതിൽ ഏത് പാർട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പാർട്ടി വന്നു പറഞ്ഞാൽ അവരുടെ സപ്പോർട്ടുള്ള ആൾക്കാരിനെ മാത്രമേ കയറ്റത്തുള്ളൂ. അതിപ്പോ മുകളിൽ ഹൈ ലെവൽ പൊസിഷൻ ആയാലും ശരി, ജൂനിയർ ലെവൽ പൊസിഷൻ ആയാലും ശരി. അത് ശരിക്കും പറഞ്ഞാൽ അഴിമതിയല്ലേ? അത് നമ്മുടെ ഭരണഘടനയ്ക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമല്ലേ? ഭരണഘടന അടിസ്ഥാനമാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഭരണഘടന നിലനിൽക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സ്വതന്ത്രമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ. അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമല്ലേ? അതിനെ ഇങ്ങനെ അപ്പൊ ഒരു സുപ്രീം കോടതി ജഡ്ജി കൂടി ഇരുന്ന് തീരുമാനിച്ചാൽ എന്താണ് അവിടെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത? അല്ല, ഇപ്പൊ ഏത് ഗവൺമെന്റ് വന്നാലും ജനാധിപത്യം എന്ന് പറയുന്നതൊക്കെ ഒരു പെർസെൻറ്റേജ് നിൽക്കും. ബാക്കിയെല്ലാം അവരിനെ ആര് സപ്പോർട്ട് ചെയ്യണോ, ആര് ആ പാർട്ടിനെ നല്ലത് പറയുന്നു, അവരിന് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാതെ നീ എന്നെ പന്തിയും പറഞ്ഞു പറഞ്ഞാൽ നിന്നെ തഴയും. നമ്മുടെ ഒരിക്കലും ഭരണഘടന പ്രകാരം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കോടതി പോകാം. ഏത് പാർട്ടിക്കാരാണ് അങ്ങനെ ഭരണഘടന നോക്കി മാത്രമേ ചെയ്യുള്ളൂ? ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനങ്ങൾ പറഞ്ഞ് മാത്രം കേൾക്കുള്ളൂ എന്ന് നിൽക്കുന്നത്. ഇതൊരു പാർട്ടിക്ക് ഭരിക്കുമ്പോൾ പറഞ്ഞാൽ അവനനുസരിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ, അവനനുസരിച്ചിട്ട് തന്നെ എന്താ പറയാ ആൾക്കാരെ എടുക്കത്തുള്ളൂ. അല്ലാതെ കോൺഗ്രസ് ഭരിക്കുകയെന്ന് പറഞ്ഞാൽ BJP-കാരെ എടുക്കുമോ? മാർക്സിസ്റ്റ് ഭരിക്കുകയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ എടുക്കുമോ? അത് പാർട്ടി ആസ് യൂഷ്വൽ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവന്റെ ആൾക്കാരെ അവനെടുക്കും, അവൻ കയറ്റുകയും ചെയ്യും. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതൊരു പാർട്ടി എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. ഇപ്പൊ പാർട്ടി മറ്റുള്ളവരെ കാശ് മേടിക്കണ്ടെന്ന് പറയും. എല്ലാവരും എവിടെ നിന്ന് കാശ് കിട്ടുമോ അവരെ സപ്പോർട്ടും ചെയ്യും. അവർക്ക് മാത്രം സപ്പോർട്ടുള്ളൂ. അത് പാർട്ടിക്കാരന് ഒരിക്കലും ഇതിലൊന്നും പാർട്ടി നിലനിൽക്കണം പറഞ്ഞാൽ കാശ് വേണം, ചില കാര്യങ്ങൾ നടക്കണം. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ വന്നാൽ തന്നെ ചില കാര്യങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ BJP-കാർ വന്ന് പറഞ്ഞാൽ BJP ആൾക്കാരിനെ എടുത്താലും ചില കാര്യങ്ങൾ നടത്തുള്ളൂ. അതിപ്പം ഏത് പാർട്ടി എല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അഴിമതിയല്ലേ നമ്മുടെ ഭരണഘടന പ്രകാരം? അഴിമതി എന്നൊന്നും പറയാൻ പറ്റില്ല. പാർട്ടി വേണോ, നിലനിൽക്കണോ, ഇതൊക്കെ ചെയ്യുമ്പോൾ ആളും വേണം, പണവും വേണം. അല്ലാതെ വെറുതെ ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിച്ചു ഇത് ഒരു കാര്യം നടക്കില്ല. പിന്നെന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ വരുമ്പോൾ കുറച്ചൊരു കമ്മി ഉണ്ടാവും, മറ്റുള്ളവർ വരുമ്പോൾ ചിലപ്പോൾ കൂടുതലുണ്ടാവും. അല്ലാതെ ഒരു 50% ഒക്കെ എന്താ പറയാ കറക്ഷൻ തന്നെയാണ്. കറക്ഷൻ പറഞ്ഞാൽ എന്റെ സപ്പോർട്ടുള്ള എവിടെ എടുക്കും. അത് ഇതിലൊന്നും പറയാനില്ല. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോ ഭരണഘടന മാറ്റി എഴുതാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഭരണഘടനയിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം പ്രതീക്ഷിക്കുന്നത്? മാറ്റങ്ങൾ വെച്ചാൽ ഇത് പഴയ ഓൾഡ് ഭരണഘടനയാണ്, നമ്മളിപ്പോൾ അതും ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയാ, യൂണിഫോം സിവിൽ കോഡ് വരണം, 1 നാഷൻ 1 ഇലക്ഷൻ വരണം. 1 നാഷൻ ദാറ്റ് ഈസ് മസ്റ്റ് ആണ്. അതാണ് വളരെ ഇത് പഞ്ചായത്ത് ഇലക്ഷൻ വരും, അടുത്ത വർഷം അസംബ്ലി ഇലക്ഷൻ, അപ്പോഴേക്കും അതിന് ഒരുത്തൻ റിസൈൻ ചെയ്യും, എഗൈൻ റീ ഇലക്ഷൻ നടക്കും. 1 നാഷൻ 1 ഇലക്ഷൻ. പിന്നെ ഈ പറയുന്നുണ്ട് ഇപ്പൊ സാധാരണ ഇപ്പൊ ബജറ്റൊക്കെ പാസ്സാക്കുമല്ലോ. ബജറ്റ് സാധാരണ February 28, അത് പിന്നെ ഇംപ്ലിമെന്റ് ആവുന്നത് 1 April മുതലാണ്. എന്തുകൊണ്ട് December 31 അവതരിപ്പിച്ചൂടാ? January 1 to December 31? അതുണ്ടാക്ക്. ഇത് നേരത്തെ കൊണ്ടുവന്നാണ് ഗവൺമെന്റ്. April 1 മുതൽക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണ്. ഇത് January to December കൊണ്ടുപോവാ. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുപോവാ. ഇത് മുസ്ലിമുകൾക്ക് ഒരു നിയമം, ഹിന്ദുക്കൾക്ക് വേറെ നിയമം, ക്രിസ്ത്യാനികൾക്ക് വേറെ നിയമം, സിഖുകാർക്ക് വേറെ. എന്തിന്? ഇത് 1 നാഷൻ യു ആർ സേയിങ് ഇൻ ഇന്ത്യ. യൂണിഫോം സിവിൽ കോഡ്, എല്ലാവർക്കും ഒരേ നിയമം.
ഇതിപ്പോ മുത്തലാഖ് എന്ന് പറഞ്ഞു 3 പ്രാവശ്യം മുത്തലാഖ് ചൊല്ലി പറഞ്ഞ ഭാര്യ വേണ്ടെന്ന് പറഞ്ഞു. ഇത് എവിടത്തെ നിയമമാണിത്? ഈവൻ മുസ്ലിം വനിതകളടക്കം മോദിക്ക് സപ്പോർട്ട് ചെയ്താണ് മുത്തലാഖ് നിർത്തലാക്കിയതില്. അല്ലേ? ഡു സംതിങ് ഫോർ നാഷൻ. അതാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എലക്ഷൻ നടത്തി. പക്ഷെ ഈ അതിന് പറയുന്നത് ചെലവ് കുറവുണ്ട്, കാര്യങ്ങള് നന്നായിട്ട് നടക്കും എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും അത് ഒറ്റയടിക്ക് നടത്താതെ എന്തിനാണ് 5 സ്റ്റെപ്പായിട്ടാണല്ലോ, 5 ഘട്ടമായിട്ടാണല്ലോ നടത്തുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷൻ വന്ന 5 അല്ല 7 ഫേസസിലാണ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്യൂരിറ്റി ഫോഴ്സിന്റെ ലഭ്യത എല്ലാ സ്റ്റേറ്റിലും, കേരളത്തിലടക്കം സെക്യൂരിറ്റി ഫോഴ്സിന്റെ കുറവുണ്ടായിരുന്നതാണ്. അപ്പൊ അത് അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ 5 ഫേസിലെ 7 ഫേസിലെ ചിലപ്പോൾ 10 ഫേസും വന്നേക്കാം. ഇപ്പൊ നമ്മൾ ബീഹാറിലൊക്കെ ഒരുപാട് അട്ടിമറികൾ നടക്കുന്നു, അല്ലെങ്കിൽ UP-യിൽ നടക്കുന്നു. എല്ലാവിടേക്കും ഈ ഫോഴ്സുകൾ വേണമല്ലോ. അത്ര ലിമിറ്റഡ് ഫോഴ്സ് അല്ല നമ്മൾക്കുള്ളൂ. ഇത് ഇന്ത്യ രാജ്യം പറഞ്ഞത് ഇത് ഫാസ്റ്റ്, എന്താ പറയാ, വളരെ വലുതായ ഒരു രാജ്യമല്ലേ, ഇത്രയും ജനങ്ങളുള്ള രാജ്യം. ഇപ്പൊ ഫോഴ്സ് എല്ലാവിടെയും, അതായത് ജെന്യൂയിൻ ഇലക്ഷൻ നടക്കണം. അപ്പൊ അതുകൊണ്ട് ഘട്ടം ഘട്ടമായി നടത്തുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണോ ഈ വൺ എലക്ഷൻ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമായിട്ട് സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്? ചോദ്യമാണ്. അല്ല, ഇപ്പൊ അല്ലല്ല, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫോഴ്സിനെ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ നടന്നു പറഞ്ഞാൽ ആവാം. അവർ ഒന്നും കാണാണ്ട് വൺ നാഷൻ വൺ ഇലക്ഷൻ പറയില്ലല്ലോ. അപ്പം ആൾക്കാരെ ഇപ്പൊ കൂടുതൽ ഫോഴ്സിനെ ഇറക്കുകയായിരിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഫോഴ്സിനെ കുറിച്ച് അവരുടെ സപ്പോർട്ടും ഹെൽപ്പൊക്കെ മേടിച്ച് ചെയ്യായിരിക്കാം. നമ്മൾ എന്താ പറയാ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ BJP-ക്കാരിൽ ഒരുപാട് തലയുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ പറഞ്ഞാൽ BJP-ക്കാരാണ് ഏറ്റവും കൂടുതൽ ഹൈ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. നിർമ്മല സീതാരാമൻ, ഷീസ് എന്താ പറയാ, ഉരുക്കിൽ വനിത എന്നാ പറയാ. അവള് ഇലക്ഷൻ നിൽക്കില്ല പറഞ്ഞു. നിൽക്കണ്ട, അവള് ജയിച്ചാലും നിന്നിട്ടില്ല, എന്നാലും അവള് അടുത്ത നെക്സ്റ്റിൽ മന്ത്രിയാവും. ആവില്ലേ? ഒരുപാട് വനിതകളുണ്ട്. വനിതകൾ മാത്രമല്ല, പുരുഷന്മാരെല്ലാവരും ഉണ്ട്, നല്ല നോളജ് ഉള്ള ആൾക്കാർ. BJP കോൺഗ്രസിൽ ഉണ്ടായിരുന്നു, അവരൊക്കെ മാറിപ്പോകും. അതാണ് മാറ്റം. കോൺഗ്രസും BJP-നുള്ള മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരിനെ വേറെ എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസ് മാറ്റും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ G28 23 എന്തോ ഉണ്ടാക്കിയത്. അവരുടെ ഒരു അഭിപ്രായം എടുക്കില്ല, എന്നാ വേണ്ട. അടുത്ത ഒരു പ്രശ്നം ഈ വൺ നേഷൻ വൺ എലക്ഷന്റെ ഞാൻ ആലോചിക്കുമ്പോഴാണ്, നമ്മുടെ ഓരോ എലക്ഷനും ഓരോ പ്രശ്നങ്ങളെ ആണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ലോക്സഭാ എലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ മൊത്തമായിട്ടുള്ള ബാധിക്കുന്ന അടുത്ത മുന്നോട്ടുള്ള 5 വർഷമാണ് ആലോചിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റേറ്റ് എലക്ഷൻ നടത്തുകയാണ്. അപ്പൊ നമ്മൾ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറൊരു സെറ്റ്, അതിന്റെ കൂടുതൽ വീണ്ടും പഞ്ചായത്ത് എലക്ഷൻ നടത്തും. അപ്പൊ ആ പഞ്ചായത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറൊരു സെറ്റ്. ഇപ്പോഴത്തന്നെ നമ്മൾ ഒരു എലക്ഷൻ നടത്തി കഴിഞ്ഞാല് ഒരു MP എലക്ഷൻ തന്നെ അവരുടെ ബാനറും ഇതും എല്ലാം ആയിട്ട് നമുക്ക് നടക്കാൻ പോലും മേല, ഇവർക്ക് പോസ്റ്റ് കൊടുക്കാൻ പോലും സ്ഥലമില്ല. അപ്പൊ ഈ പഞ്ചായത്തും നിയമസഭയും ലോക്സഭയും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാല് ജനങ്ങൾക്ക് സ്വൈര്യം പോലും കിട്ടാൻ സാധ്യതയുണ്ടോ? അത്രയും പ്രചരണവും വാഹനവും കയറിയിറക്കവും, ഇത് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകത്തില്ല ഇതെല്ലാം കൂടെ? ഇത് എത്ര പേർക്ക് വോട്ട് ചെയ്യണം? അല്ല, ഇതിപ്പോ കൂടുതൽ ഈ പ്രചരണമൊക്കെ നടന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു കൊടിയോ കണ്ടിട്ടുണ്ടോ? ഒരു എന്താ ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ മറ്റേത് കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ സ്ഥിതി, നിങ്ങൾ കേരളത്തിൽ മാത്രം ഇപ്പൊ ഹർത്താൽ വന്നു. ഓൺലി കേരള തന്നെ ഒരു കപ്പയ്ക്ക പോലത്തെ എത്ര സ്ഥാനമാണ്. അവിടെ മാത്രമേ ഈ ഹർത്താലുള്ളൂ, സ്ട്രൈക്ക് ഉള്ളൂ, എല്ലാം ഉള്ളൂ. എന്തുകൊണ്ട് വി ഹാവ് അതർ 27 സ്റ്റേറ്റ്സ്, അവിടെ ഒന്നും സംഭവം നടക്കുന്നില്ല, ഹർത്താലും കൂടി അറിയുന്നില്ല. ഇത് പ്രശ്നം ഉണ്ടാകുന്നത് ഓൺലി ഇൻ കേരള. അവിടെ രാഷ്ട്രീയ ചിന്താഗതിക്കാരും വേറെ പണിയും തരൊന്നുമില്ല. അതുകൊണ്ട് കാലത്തടങ്ങിയത് പേപ്പറും വായിച്ചും കൊണ്ട് പീഡിത്തണ്ണിയിൽ ഇരുന്നും കൊണ്ട് രാഷ്ട്രീയം പറച്ചിലാണ്. ഇവിടെ അതല്ല, എല്ലാവരും ജോലിക്ക് പോകും. സൺഡേ മാത്രം ഉണ്ട് പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും പരിപാടിയും ചെയ്യും.
അതൊന്ന് കേരളത്തിൽ മാത്രം കാണണ്ട. എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞ ദിവസം 10 പ്രാവശ്യം അനൗൺസ്മെന്റ് ആയിട്ട് വരും, അസംബ്ലി ഇലക്ഷൻ അതേപോലെ വരും. എന്തുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റിൽ അതില്ല? ഒരു ദിവസം ചിലപ്പോൾ ഒരു തവണ വന്നാൽ മറ്റുള്ള സ്റ്റേറ്റിൽ അറിയില്ല. ഇവിടെ 10 പ്രാവശ്യം വരും. വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ, എന്തുകൊണ്ട്? കേരളം ഹാസ് ടു ചേഞ്ച്. കേരള ഹാസ് ടു ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ, റെക്കോർഡ് എടുക്കുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും ഏത് വിഷയത്തിലും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടല്ലേ കേരളം നിൽക്കുന്നത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കുകയാണോ ചെയ്യേണ്ടത്, അതോ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കുകയാണോ ചെയ്യേണ്ടത്? ഒരാൾക്ക് ലിറ്ററേച്ചർ ഉണ്ട്, പുള്ളി എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയേണ്ട ആ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതെന്താണ്? എഴുതാനും വായിക്കാനും അറിയുക, അവൻ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലേ? ഹൈ എഡ്യൂക്കേറ്റഡ് ലിറ്ററാണ്. ഹൈ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ കേരളത്തിലില്ല. ഹൈ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ പറഞ്ഞാൽ കേരളത്തിലില്ല. പിന്നെ ചിലവർ കേരളം വിട്ട് അന്യ സ്റ്റേറ്റിൽ പോവും, അന്യ കൺട്രീസിൽ പോവും. ദേ വിൽ ബിക്കം എ ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. കേരളത്തിൽ 8ാം ക്ലാസ് 7ാം ക്ലാസ് എഴുതാനും അറിയും വായിക്കാനും അറിയും, ദാറ്റ്സ് ആൾ. കൂടുതൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നും കേരളത്തിലില്ല. അത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? ഇന്ത്യയിലുള്ള റിസർച്ചേഴ്സോ PhD ഹോൾഡേഴ്സോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കെടുത്തിട്ടാണോ ഇങ്ങനെ പറയുന്നത് കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത്? IAS റിസൾട്ട് വന്നു, കൂടുതൽ ആർക്കാണ് കിട്ടിയത്? ഫസ്റ്റ് റാങ്ക് ഫ്രം UP. നമ്മളിപ്പോ കേരളത്തിലുള്ളവർ പറയുന്നുണ്ടല്ലോ, UP ഗുണ്ടാരാജ്, അതാണ് ഇതാണ്, അവിടെ ഒന്നുമില്ല, വിവരമില്ല. എന്തുകൊണ്ട് IAS ടോപ്പർ ഫ്രം UP? അത് ഞാൻ പറയാം. നമ്മൾ ഇപ്പൊ ഞാനായാലും ആലോചിക്കുമ്പോൾ എൻ്റെ പിള്ളേരെ IAS വിടണോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു IAS കാരൻ എന്ന് പറഞ്ഞാൽ അടിമയാണ്. അതിന് മേളിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ പറയുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞാൽ എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു അടിമയായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ല, നമ്മുടെ പിള്ളേരെ അങ്ങനെ വിടാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ കേരളത്തിലുള്ള ഒരു IAS പോകുന്നത് കുറവായിരിക്കും. അത് സ്വാഭാവികമല്ലേ അത്? അല്ല, കേരളത്തിൽ നിന്ന് കുറച്ചൊക്കെ IAS പോകുന്നുണ്ടല്ലോ. അല്ല, അടിമ എന്ന് പറഞ്ഞ അടിമയുള്ള ജോലിയല്ലേ, പിന്നെ നീ IAS പഠിപ്പിക്കണേ? നീ IAS കോച്ചിങ് ഇവിടുന്ന് എന്തുകൊണ്ട്? എൻ്റെ മകൻ IAS ആണെന്ന് അച്ഛനും അമ്മയ്ക്കും താല്പര്യമുണ്ട്. അപ്പൊ എൻ്റെ മകൻ അടിമയാണ്, ഇനി ജോലി കിട്ടിയാൽ അടിമയാകും എന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് IAS വിട്ടാക്കുന്നത്? ഒരുപാട് കേരളത്തിൽ കോച്ചിങ് സെന്റർ ഇല്ലേ IAS? എന്തുകൊണ്ട് വിട്ടാക്കുന്നു? കുറെ ആൾക്കാർ പോകുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മജോറിറ്റി പോകാത്തത് അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് ഡോക്ടർ ആകാം, അവർക്ക് എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ അവർക്ക് സയന്റിസ്റ്റ് ആകാം. പിന്നെ ലോകത്തിന്റെ പല ഭാഗത്തും വിദേശ രാജ്യങ്ങളിൽ, ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ ഗൾഫ്, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി അവർക്ക് ഇതിൽ IAS കാരൻ കിട്ടുന്നതിന്റെ 10 ഇരട്ടി ശമ്പളവും 10 ഇരട്ടി സമാധാനമുള്ള ജോലിയും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അത് കിട്ടുന്നവൻ ആ വഴിക്ക് പോവുകയല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടതാണ്. ഇപ്പൊ അമേരിക്ക വിസ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നരേന്ദ്രമോദി വരെയും അമേരിക്കക്ക് പോയി കളയും എന്ന് കേട്ടു. ശരിയല്ലേ? അപ്പൊ അങ്ങനെ കേരളത്തിലുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്ക് അതുകൊണ്ട് അവർ പോകുന്നല്ലേ ഉള്ളൂ. അല്ലാതെ IAS കിട്ടുന്നില്ല എന്നുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്? കേരളത്തിലുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കൂടി പറയൂ. കേരളത്തിലുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എവിടെയാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? കേരളത്തിലാണോ? കേരളത്തിലല്ലല്ലോ. കേരളത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. വൈ ദ പീപ്പിൾ ലിവിങ് കേരള ആഫ്റ്റർ 12th or 10th or ഡിഗ്രി എന്തുകൊണ്ട് കേരളത്തിൽ നിൽക്കുന്നില്ല? എന്തുകൊണ്ട് കേരളത്തിൽ നിൽക്കുന്നില്ല? ഇപ്പൊ ട്രെൻഡ് എന്ന് വെച്ച് പറഞ്ഞാൽ ഈവൻ ഫാമിലി ദേ ആർ മൂവിങ് ടു അതർ കൺട്രീസ് ഫ്രം കേരള. ഫാമിലീസിനടക്കം ഇപ്പൊ വെറുത്തു കേരള. എന്തുകൊണ്ട്? പറയുന്നതിനകത്ത് കാര്യമുണ്ട്. കേരളത്തില് ജോലി സാധ്യതകൾ കുറവാണ്. അതിന് കേരളത്തിൽ വ്യവസായങ്ങളില്ല. വ്യവസായങ്ങൾ വന്ന ഉടനെ കൊടികുത്തും, അത് പൂട്ടിപ്പോകും. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന വസുദൈവ കുടുംബകം എന്നല്ലേ പറയുന്നത്. ലോകം മുഴുവൻ നമ്മുടെ കുടുംബമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുണ്ടോ അതിനകത്ത്? ഏത് രാജ്യത്ത് പോകുന്നത് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം സ്റ്റേറ്റില് അവിടുത്തെ ജനങ്ങൾക്ക് ആ സ്വന്തം സ്റ്റേറ്റ് വെറുത്തു.
അതുകൊണ്ടല്ലേ ജനങ്ങൾ പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു വ്യവസായവും വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? തിങ്ക് ചെയ്യേണ്ട കാര്യമല്ലത്, അല്ലേ? എന്തുകൊണ്ട് പീപ്പിൾസ് ലിവിങ് കേരള, ദേ ആർ ഗോയിങ് ബാംഗ്ലൂർ, ചെന്നൈ. ഇപ്പൊ ഞങ്ങൾ 3 പേര് ഇരിക്കുന്നുണ്ട്, 3 പേരുടെ മക്കളും ബാംഗ്ലൂർ എന്നിവരാണ്. എന്തുകൊണ്ട് ബാംഗ്ലൂർ? വൈ നോട്ട് കൊച്ചിൻ ഓർ ട്രിവാൻഡ്രം? അത് ഞാൻ ചോദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂർ പോയെന്ന് പറയുന്നു. ബാംഗ്ലൂർ ഇപ്പം ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. ഇതിനു മുമ്പ് BJP ആയിരുന്നു, അത് സമ്മതിച്ചു. പക്ഷെ അവരൊന്നും UP-ക്ക് പോകുന്നില്ലല്ലോ. UP-ക്ക് പോകുന്ന എത്ര പേരുണ്ട്? UP ഇത്രയോ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഗുജറാത്തിന് പോകുന്നവർ ബാംഗ്ലൂർ പോകുന്നതിനേക്കാളും തുലം കുറവല്ലേ? അങ്ങനെ BJP വർഷങ്ങളായിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ല. പകരം കോൺഗ്രസ് ഒക്കെ ഇടയ്ക്ക് വരുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് ഈ ജനങ്ങൾ ജോലിക്കായിട്ട് പോകുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഇസ് IT ഹബ്. ഓക്കെ, ഇത് കാലാകാലങ്ങളായി വന്നതാണ്. IT ഹബ്ബ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ്, കേരളത്തിലാണ് IT ഹബ്ബ്. എന്തുകൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്ത് ബാംഗ്ലൂർ വികസിപ്പിച്ചത്? സുമാർ എല്ലാ IT ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഹൈ സാലറിയാണ്, ഹൈ ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പീപ്പിൾ IT ഫീൽഡ് എല്ലാ പ്രൊഫഷണലും ഇപ്പോൾ ബാംഗ്ലൂരാണ്, അല്ലേ? പിന്നെ ഞാൻ പറയാം, അതിനകത്ത് ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അദ്ദേഹത്തിന് കുറേ പൈസ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് നോക്കുന്നത്? അദ്ദേഹം നോക്കുന്നത്, ഞാൻ ഈ പൈസ ഒരു സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ എനിക്ക് കുറഞ്ഞ ചെലവിൽ ജോലിക്കാരെ കിട്ടുമോ? കേരളത്തിൽ കുറഞ്ഞ ചെലവിൽ ജോലിക്കാരെ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ലോകം മുഴുവനും അറിയാം. അവർ എവിടെയെങ്കിലും പോയി ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നിടത്ത് അവർ പോകും. അത് കുറവാണ്. പിന്നെ ഒന്നെന്നുള്ളതാണ് തൊഴിൽ നിയമങ്ങൾ, ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് അവിടുത്തെ നിയമങ്ങൾ പ്രകാരം അവിടുത്തെ തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങളുണ്ട്. അവരുടെ അവകാശങ്ങളെ സർക്കാർ സംരക്ഷിക്കുന്നു. അതേസമയം ചൈന പോലുള്ള രാജ്യത്ത് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് അവകാശങ്ങളൊന്നുമില്ല, അവരടിമകളായിട്ട് ജോലി ചെയ്തോണം. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ അടിമകളുള്ള സ്ഥലമാണ് അവർക്ക് ഏറ്റവും നല്ലത്. കാരണം അവർ കുറേ അടിമകളെ ജോലിക്ക് വെച്ചാൽ അവർക്ക് കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി. അവർ ഒരു വിധത്തിൽ സമരം ചെയ്യുകയോ അവരുടെ അവകാശങ്ങൾ ചോദിക്കുകയോ അവർ എന്തൊക്കെ ചൂഷണം ചെയ്താലും അവർ പ്രശ്നം ഉണ്ടാക്കുകയില്ല. അപ്പം ന്യായമായിട്ടും പണം മുടക്കാൻ വരുന്ന മുതലാളി ഏറ്റവും മനുഷ്യാവകാശങ്ങൾ കുറഞ്ഞൊരു സ്ഥലം തിരഞ്ഞെടുക്കും. മനുഷ്യാവകാശങ്ങൾ കൂടിയ സ്ഥലങ്ങളെ അവർ ഒഴിവാക്കും. അത് ഒരു സാധാരണയല്ല. കാരണം ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ പോലും ഫാക്ടറികൾ പണിയുന്ന ചൈനയിലാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ തൊഴിലാളിയെ കിട്ടും, അവിടെ തൊഴിലാളികളെല്ലാം അടിമകളായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ വികസനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമ്മുടെ കുട്ടികളെല്ലാം അടിമകളായിട്ട് വളരണം എന്നുള്ളതാണോ, അതോ അവർ മനുഷ്യാവകാശങ്ങളുള്ള സ്വതന്ത്രരായിട്ട് വളരണം എന്നുള്ളതാണോ കറക്റ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് പറയുന്നത് അവൻ 10 റുപ്യ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് 1000 റുപ്യ നേടാനാണ് നോക്കുന്നത്, അല്ലേ? പിന്നെ വേറെ കാര്യം, ഇവിടെ ലേബർ എന്താ പറയുക, കോസ്റ്റ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, ഇവിടെ സ്ട്രൈക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സാബു ജേക്കബ് കേരളം വിട്ടോ, കിറ്റക് സാബു, അവൻ 5500 കോടി എന്തോ പണം, എക്സാക്റ്റ് എനിക്കറിയില്ല, തെലുങ്കാനയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. കേരളത്തിന് വൻ നഷ്ടമല്ലേ, ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി. ഒരു റവന്യൂ പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നത് ഈ കമ്പനി പോയതോടുകൂടി സുമാർ ഒരുപാട് നഷ്ടമാണ് കേരളത്തിന് പറ്റിയത്. ജോലി എത്രയോ വനിതകൾക്കാണ്, 10,000 വനിതകൾക്കാണ് ജോലി അവിടെ ഓഫർ ചെയ്തത്. കേരളത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല? ഒരു ഇൻഡസ്ട്രിയലിനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്ന് നോക്കൂ, സ്ഥലം കാണൂ, ഞങ്ങൾ ഇന്നതുപോലെ ഫെസിലിറ്റീസ് ചെയ്യുക, സൗകര്യങ്ങൾ ചെയ്യുക, എന്തുകൊണ്ട് പറയുന്നില്ല? ഈ സാബു ജേക്കബിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. സാബു ജേക്കബിന്റെ കേരളത്തിലെ ഫാക്ടറി ഇതുവരെ പൂട്ടിയിട്ടില്ല, അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടറിയിൽ ഇന്ന് വരെയുള്ള പേഴ്സൻറ്റേജ് ഒന്ന് നോക്കാം. അതിനകത്ത് എത്ര മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, എത്ര നോർത്ത് ഇന്ത്യൻ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ എത്ര ജോലി ചെയ്യുന്നുണ്ട്, അത് കണക്കെടുത്ത് നോക്കിയിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുന്നത് ഭൂരിഭാഗവും ഈ കേരളത്തിലുള്ളവരല്ല. ശമ്പളം കുറഞ്ഞവരെ അവിടെ കൊണ്ടുവന്ന് ഹോസ്റ്റൽ പോലെ താമസിപ്പിച്ച് അവിടെ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിന് ടാക്സ് വരുമാനമുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അതല്ലാതെ തെലുങ്കാനയിലേക്ക് പോയതും അതൊരു വ്യവസായിയുടെ കാൽക്കുലേഷൻസ് ആണല്ലോ.
അയാൾക്ക് അവിടെ സ്ഥലം കിട്ടുന്നു, പൈസ കിട്ടുന്നു. അല്ലാന്ന് ഇപ്പൊ അവിടുത്തെ ഇൻഡസ്ട്രി മിനിസ്റ്റർ വന്നിട്ട് ഫ്ലൈറ്റ് അയച്ചിട്ട് ഇവനെ കൊണ്ടുപോയി അവിടെ പോയി എല്ലാ സൗകര്യവും ഏർപ്പെടുത്തുകയാണ്. ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റേറ്റും മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. വേറെ എല്ലാ സ്റ്റേറ്റുകളുണ്ട്. അവിടെ നിന്ന് അയച്ചില്ല, തെലുങ്കാന വന്നു, ഇപ്പം പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ലേബർ. ഇപ്പൊ ഞാൻ എൻ്റെ ഇതെല്ലാം പ്രൈവറ്റ് ആണല്ലോ. പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ പറയണോ, നിനക്ക് ഗവൺമെന്റ് ഒരു നിശ്ചയിച്ചിട്ട് ഇത്ര ഫിക്സഡ് മിനിമം കൊടുക്കണമെന്ന്, അത് മാത്രമേ തരുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ജോലി ചെയ്യൂ. നിന്നെ കൊണ്ട് ആര് പറഞ്ഞു ഇവിടെ സ്ട്രൈക്ക് ചെയ്യാനോ? ഞാനിപ്പം ഞാൻ നിങ്ങളെ കൂലിക്ക് വിളിക്കുന്നു, ഞാൻ 500 റുപ്യ ഒരു ദിവസം തരുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ പോ. ഇതിലെന്ത് സ്ട്രൈക്കിന്? ഇത് ലേബർ ബാലൻസ് ഷീറ്റ് കാണുക പറഞ്ഞ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇത് വേറെ ഏത് സ്റ്റേറ്റിലും ഇല്ലല്ലോ. നിന്റെ ബാലൻസ് ഷീറ്റിൽ നിനക്ക് ഇത്ര വരുമാനമുണ്ട്, വൈ യു ബോതേർഡ്? എനിക്ക് കോടിയുണ്ട്, അതുകൊണ്ട് നിന്നെ അറിയിക്കുന്നത് വല്ലതുണ്ട്. യു ആർ എ ലേബർ ഓൺലി, യു ആർ എ വർക്കർ, ഡോണ്ട് ആസ്ക് മീ ദി ബാലൻസ് ഷീറ്റ്. ഇതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. അവൻ ഇത്ര വരുമാനമുണ്ട്, എന്തുകൊണ്ട് ലേബറിന് തന്നുകൂടാ? ദാറ്റ് ഈസ് ഹിസ് നോളജ് അല്ലേ? ആ പറഞ്ഞത് ശരിയാണ്. തൊഴിലാളി യൂണിയനുകളും അതിന്റെ നേതാക്കളും ഈ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. തൊഴിലാളികളെ ഉപയോഗിച്ച് മുതലാളിമാരിൽ നിന്ന് സമരം ചെയ്യാനും അവരിൽ നിന്ന് സംഭാവനകൾ പിരിക്കാനും ഒക്കെ ആയിട്ട് തൊഴിലാളി യൂണിയനുകൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വളരെ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് കേരളം എന്നൊരു മാതൃക, ഡെവലപ്മെന്റ് മാതൃക, അതും നമ്മളെ നോർത്ത് ഇന്ത്യ ആയിട്ടുള്ള ആ മാതൃകയാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിൽ ഒരു എന്താ പറയാ മോഡലും ഇല്ല. എല്ലാ മോഡലും ഉള്ളതും ഇപ്പൊ ആകെ എന്താ പറയാ സംഭവം ഒന്നും നടക്കുന്നുമില്ല. എല്ലാം വഷളായിക്കൊണ്ട് വരികയാണ്. ഏതൊരു കാര്യം എടുത്താലും വഷളായിക്കൊണ്ട് വരികയാണ്. അതാണ് ഇവിടെ ലേബർ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അതിനെയൊക്കെ എന്താ പറയാ നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞു. വേറെ ഏത് സ്റ്റേറ്റിലുള്ള നോക്കുകൂലി പറയൂ? നോക്കുകൂലി അതൊരു ഒരു പ്രശ്നമാണ്, കേരളത്തിലെ പ്രശ്നമാണ്, സമ്മതിച്ചു. പക്ഷെ അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമല്ലേ. ഇപ്പൊ കേരളത്തിലുള്ളവർ പറയുന്നത് ഈ പിണറായി വിജയൻ അവിടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്.